ബൽറാം, ഇപ്പോൾ പലയിടങ്ങളിലും ശ്രീനഗർ ഉൾപ്പെടെ പലയിടങ്ങളിലും സ്ഫോടന ശബ്ദം കേൾക്കുന്നുവെന്ന വാർത്ത വരുന്നു. ജമ്മുവിലെ ഉധംപൂരിൽ അവിടെ ദിബ്ബർ എന്ന് പറയുന്ന മേഖലയിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. അതുപോലെ രജൌരിയിൽ വീടുകൾക്ക് പലയിടത്തും കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്ത വരുന്നു. പലയിടത്തു നിന്നും പലതരത്തിലുള്ള ആയുധങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ജലന്ധറിലൊക്കെ എന്ന് പറയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ശ്രീനഗറിൽ 3 സ്ഫോടനങ്ങളാണ് ഇന്ന് അരമണിക്കൂറിനിടെ കേട്ടത്. രാവിലെ 5:50 ആദ്യ 2 സ്ഫോടനങ്ങൾ തുടർച്ചയായി കേട്ടത്. അതിനുശേഷം പിന്നീട് 25 മിനിറ്റുകൾക്ക് ശേഷം 6:15 വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടു. കഴിഞ്ഞ രാത്രിയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു ശ്രീനഗറിൽ. 8 മണി മുതൽ ഇവിടെ വൈദ്യുത ബന്ധം പൂർണ്ണമായും തന്നെ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അതിനിടെ 1-2 തവണ വൈദ്യുതി വന്നു പോവുക മാത്രമാണ് ഉണ്ടായത്. പിന്നീട് 5:30 വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ സ്ഫോടന ശബ്ദങ്ങൾ 2 തവണ കേട്ടത്. ഇതോടെ വീണ്ടും വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുകയായിരുന്നു. നമുക്ക് കാണാം ക്രിസ്റ്റീന, സാധാരണ നിലയിൽ ജനങ്ങൾ എല്ലാം തന്നെ സാധാരണ നിലയിൽ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ കൃത്യമായ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ശക്തമായ മഴക്കാർ ഇന്ന് ഇവിടെ ഉണ്ട്. മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ശ്രീനഗറിലെ ആകാശത്ത്. നമുക്ക് ലഭ്യമാകുന്ന പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് അല്പസമയം മുമ്പ് ശ്രീനഗറിന്റെ ആകാശത്ത് ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ തമ്മിൽ ഒരു ഡോഗ് ഫൈറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. സമാനമായി തന്നെ ജമ്മു മേഖലയിലും പാകിസ്ഥാന്റെ പോർ വിമാനങ്ങളുമായി ഒരു ഡോഗ് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. 2 വിമാനങ്ങളും ആകാശത്ത് ഏറ്റുമുട്ടുകയാണ്. അതുമായി ബന്ധപ്പെട്ട ശബ്ദമാണോ എന്ന കാര്യത്തിൽ व्यक्तता इल्ला। भैया सुबह तो एक ब्लास्ट का साउंड हुआ था 3 बार, क्या लग रहा है आपको? पता नहीं क्या हुआ सुबह से, पता नहीं क्या हो रहा है, समझ नहीं आ रहा है हमें भाई। डर है? हाँ डर रहे, सब फैमिली डर रहे हैं यार, क्या करें। तो आप तो लेकिन काम के लिए आया हूँ। हाँ यार, पेट के लिए क्या कर सकते हैं, घर भी चलना चाहिए हमारा, वो भी सोचना है। ക്രിസ്റ്റീന, ഇവർ പറയുന്നത് തന്നെയാണ് കശ്മീരിലെ എല്ലാ ഭാഗത്തും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഭയമുണ്ട്, എന്നാൽ വിശപ്പുണ്ട്, അല്ലെങ്കിൽ ഉപജീവനത്തിന് മറ്റ് മാർഗങ്ങളില്ല, അതുകൊണ്ട് തന്നെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭയ്യ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറല്ല. ഇത്തരത്തിലുള്ള ആശങ്ക ശ്രീനഗറിൽ അല്ലെങ്കിൽ ജമ്മു കശ്മീരിലെ എല്ലായിടത്തും അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ തുടർച്ചയായി കേൾക്കുന്നതാണ് ക്രിസ്റ്റീന. അത് ആദ്യഘട്ടത്തിൽ 4 ദിവസം മുൻപുണ്ടായിരുന്ന അവസ്ഥ എന്നുള്ളത് ആശങ്ക മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഭയത്തിന്റെ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ആക്രമണം, ഷെല്ലാക്രമണം ഏത് നിമിഷവും ഉണ്ടാകുന്ന ഘട്ടമെത്തി. ആദ്യ 2 ദിവസം അത് പുലർച്ചെ 2 മണി മുതൽ നേരം വെളുക്കും വരെ ആയിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ 2 ദിവസമായി സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. നേരം ഇരുട്ടും മുമ്പ് തന്നെ തുടങ്ങുന്നു ഷെല്ലാക്രമണം. അതിർത്തിയിലെ വീടുകൾ, ജനവാസ കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ കടകൾ, മാർക്കറ്റുകൾ എല്ലാം കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ രൂക്ഷമായ ആക്രമണം നടത്തുകയാണ് അതിർത്തി മേഖലയിൽ. അത് ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു ആദ്യ ദിവസമെങ്കിൽ പിന്നീട് ഇന്നലെ രാത്രി മുതൽ ജനവാസ മേഖലയിലേക്ക് ഡ്രോണുകൾ അയക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഈ പ്രധാനമായും പുൽവാമ, അവന്തിപ്പോര തുടങ്ങിയ മേഖലകളിലാണ് പാകിസ്ഥാന്റെ ഈ ഡ്രോണുകൾ ഇന്നലെ എത്തിയത്. പൂർണ്ണമായും അതിർത്തിയിൽ നിന്നും മാറി നിൽക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിൽ ഡ്രോണുകൾ കണ്ടെത്തുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സമാനമായാണ് ബാരാമുള്ളയിലെ ആകാശത്ത്. അത് അതിർത്തി മേഖലയോട് ചേരാത്ത ബാരാമുള്ള ടൗൺ മേഖലയിൽ ഇന്നലെ രാത്രി പലതവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു. അതെല്ലാം തന്നെ ചെറിയ സ്ഫോടന ശബ്ദങ്ങളായിരുന്നു എന്നാണ് ജനങ്ങൾ അറിയിക്കുന്നത്. അവർക്ക് വലിയ ആശങ്കയുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ, വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്നലെയും കഴിഞ്ഞ രാത്രിക്ക് സമാനമായി പാകിസ്ഥാൻ ഏതാണ്ട് 500ഓളം ഡ്രോണുകളാണ് ഈ ഡ്രോണാക്രമണം ആരംഭിച്ച ഉടൻ ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾ, 36 നഗരങ്ങൾ ലക്ഷ്യമാക്കി അയച്ചത് എങ്കിൽ ഇന്നലെയും സമാനമായ നീക്കം തന്നെ ഉണ്ടായിരിക്കുന്നു. 4 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം പാക് ഡ്രോണുകൾ തേടിയെത്തുകയാണ്. അവയെ ഒന്നിടവിടാതെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. ഭയ്യ സുബഹ് ബ്ലാസ്റ്റ് का साउंड कुछ नहीं बात करने ആശങ്കയുണ്ട് ക്രിസ്റ്റീന. പലരും പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്താണ് ഈ സംഭവിച്ചത്, അവരുടെ ആശങ്കകൾ പോലും പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല. അതിർത്തികളിൽ വല്ലാത്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ ഇന്നലെ ഉറി മേഖലയിലായിരുന്നു 24 സംഘം സഞ്ചരിച്ചിരുന്നത്. ആ മേഖല ഏതാണ്ട് പൂർണ്ണമായും വിജനമായി കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ നമ്മൾ അവിടേക്ക് പോകുമ്പോഴും അവിടെ നിന്നും തിരിച്ചു വരുമ്പോഴും കാണുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ അവസാന അവരുടെ
കമ്പിളിയും ബാഗും പെട്ടിയും എല്ലാം വാഹനങ്ങൾക്ക് മുകളിൽ കെട്ടിവെച്ച് കുഞ്ഞു ബൽറാം, ഈ കുട്ടികളെ ജനവാസ ഉൾപ്പെടെ മേഖലയിൽ ആക്രമണം നടന്നതിന്റെ ദൃശ്യങ്ങൾ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വീടുകൾ, തകർന്ന വീടുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു, വൈദ്യുതി പോസ്റ്റുകൾ പലയിടത്തും തകർന്നു കിടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണോ അവിടെ ഈ ജമ്മു അടക്കമുള്ള ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്? പലയിടങ്ങളിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം എന്ന നിലയിലേക്ക് ഇപ്പോഴും ഇന്ത്യ അതൊരു ജനവാസ മേഖലയിലേക്ക് കടക്കാതെ ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കാതെയുള്ള ഒരു ആക്രമണത്തിലേക്ക് ഒതുങ്ങുമ്പോഴും ഇത് പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ തന്നെ കൃത്യമായി ആക്രമണം നടത്താനുള്ള ആ ഒരു നീക്കത്തിലേക്ക് കൂടി പോകുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമല്ലേ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? തകർന്ന വീടുകൾ, തകർന്ന വാഹനങ്ങൾ, താഴെ വീണ് കിടക്കുന്ന വൈദ്യുതി പോസ്റ്റുകളൊക്കെ. ക്രിസ്റ്റീന, എല്ലാ തരത്തിലും പ്രകോപനം തുടങ്ങിവെച്ചത് പാകിസ്ഥാനാണ്. അത് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവും ആ ഭീകരർക്ക് സംരക്ഷണം ഒരുക്കുന്നതായാലും പാകിസ്ഥാൻ്റെ നിലപാടുകൾ അത് വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് തന്നെയായിരുന്നു. അതിനുശേഷം ഈ ഇന്ത്യ ഭീകരർക്കെതിരെ നടപടിയെടുത്ത ഘട്ടത്തിലും പാകിസ്ഥാൻ അതിനെതിരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ഇതുവരെയും ആക്രമണം നടത്തിയത് മുഴുവനായും തന്നെ. ആദ്യ ദിനം തന്നെ ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവൻ എടുക്കാൻ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യൻ സൈന്യത്തിന് നേരെയല്ല, ജനങ്ങൾക്ക് നേരെ. നിരായുധരായ നിഷ്കളങ്കരായ ജനങ്ങൾ, അവർ കൂലിപ്പണിക്കാരാണ്, അവർ നിത്യജീവിതത്തിനായി കൃഷി അടക്കമുള്ള തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരുടെ വീടുകളിലേക്ക് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ, അതും ഗാഠനിദ്രയിലാകുന്ന പുലർച്ചെ 2 മണി മുതൽ നേരം വെളുക്കും വരെയുള്ള സമയമായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം ആദ്യ ദിവസം ഉണ്ടായത്. അത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരായ ഒരു ആക്രമണമല്ല. അതിനവർക്ക് ധൈര്യമില്ല എന്നുള്ള വേണം മനസ്സിലാക്കാൻ. കാരണം തിരിച്ചടിക്കും പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിൽ. അത് നേരിടാൻ കെൽപ്പില്ലാത്തതിനാൽ തന്നെ സാധാരണ ജനങ്ങളെ ആക്രമിച്ച് അവരെ കൊന്നൊടുക്കി ഇന്ത്യയിൽ മരണസംഖ്യ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇത്തരത്തിൽ ഇന്ത്യക്ക് എതിരായി, ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരായി ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണം നടത്തുന്ന പാകിസ്ഥാന്റെ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, അതിർത്തിയിലുള്ള സൈനിക പോസ്റ്റുകളും പാക് മണ്ണിലുള്ള സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് ഇന്ത്യ ആയുധങ്ങൾ അയച്ചത്. അവിടങ്ങളിൽ കൃത്യമായ ലക്ഷ്യങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ഇതുവരെ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ ഈ സൈനിക നടപടിയെ, പ്രകോപനപരമായ നടപടിയെ അടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എന്നാൽ അതിലും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്നതാണ് തുടർച്ചയായ 4ാം ദിവസവും കണ്ടത്. ഇരുട്ടാകാൻ കാത്തു നിൽക്കുന്നു, ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കുന്നു. ഇന്ത്യൻ നഗരങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇന്നലെയും 100 കണക്കിന് ഡ്രോണുകൾ ഇന്ത്യൻ ആകാശത്തിലേക്ക് കുതിച്ച് എത്തിയത്. അവയെ ഒന്നൊടുങ്ങാതെ തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്, അഭിമാനകരമാണ്. എന്നാൽ പിന്നീടും ഈ നേരം പുലർന്ന ശേഷവും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ജമ്മുവിൽ കേൾക്കുന്നു, ഉദ്ധംപൂരിൽ കേൾക്കുന്നു, ശ്രീനഗറിൽ, ജമ്മു കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അത് നേരം പുലർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ 3 സ്ഫോടക ശബ്ദങ്ങൾ അരമണിക്കൂറിനകം കേട്ടത്. നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാക് പോർവിമാനങ്ങളും ഇന്ത്യൻ പോർവിമാനവും തമ്മിൽ ഡോഗ് ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ശ്രീനഗറിന് മുകളിൽ. കൂടാതെ ജമ്മുവിൽ, കൂടാതെ അതിർത്തി മേഖലകളിലും ഇത്തരത്തിലുള്ള ഡോഗ് ഫൈറ്റുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. ആകാശത്തുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നിലവിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ജമ്മു കശ്മീരിന്റെ ആകാശത്ത് ഉള്ളത്. കഴിഞ്ഞ ദിവസവും അതിശക്തമായ മഴയാണ് അതിർത്തി മേഖലകളിൽ അടക്കം പകൽ മുഴുവൻ. ഉച്ചയോടെ ആരംഭിച്ച മഴ രാത്രി വരെ തുടർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജനങ്ങളെ, അവരുടെ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കുള്ള മാറ്റത്തെ, രക്ഷാപ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ഈ ശക്തമായ മഴ ബാധിക്കുന്നുണ്ട് ക്രിസ്റ്റീന. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ അതിർത്തി മേഖലകളെല്ലാം തന്നെ അതീവ ദുർഘടമായ റോഡുകളാണ്, ഇടുങ്ങിയ റോഡുകളാണ്, ഏത് സമയവും മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളാണ്. അവിടെ നിന്നാണ് ഈ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്, പരന്ന പ്രദേശങ്ങളിലേക്ക്, ബാരാമുള്ള, ശ്രീനഗർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് മാറാൻ അവർ ശ്രമിച്ചത്. അത്തരത്തിൽ രക്ഷപ്പെട്ടു വരുന്ന ആളുകൾക്ക് എതിരെ പോലും, അവരുടെ വാഹനങ്ങൾക്കെതിരെ പോലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഏറെ രോഷം ജനിപ്പിക്കുന്ന കാര്യം. ഇന്നലെ
നമ്മൾ പുലരി ഉണർന്നത് ഉറി സ്വദേശിയായ നർഗീസ് ബീഗം എന്ന സ്ത്രീയുടെ മരണവാർത്ത കേട്ടാണ്. അവർ കുടുംബത്തോടൊപ്പം രക്ഷപ്പെടാനായി ഒരു വാഹനത്തിൽ പുറപ്പെട്ടതായിരുന്നു. അവരുടെ വീട് നിൽക്കുന്ന പ്രദേശം എന്നുള്ളത് ഉറിക്ക് സമീപമുള്ള ഗാംഗ്ലി എന്ന പ്രദേശമാണ്. അവിടെ 25ഓളം വീടുകൾ നിൽക്കുന്ന ഇടത്ത് 3 ദിവസം കൊണ്ട് 20ഓളം ഇത്തരത്തിലുള്ള ഷെല്ലുകളാണ് വീണത്. ഇന്നലെ രാത്രിയും കഴിഞ്ഞ രാത്രിയും അവരുടെ വീടിന് സമീപം ഷെൽ വീണതോടെയാണ് ആ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എടുത്ത് അവർ 9 പേർ ഒരു സ്കോർപിയോ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടാവുകയും 2 ചീളുകൾ വാഹനത്തിൽ തുളഞ്ഞു കയറി അത് അവരുടെ ജീവൻ എടുക്കുകയും ചെയ്തത്. 3 കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. സമാനമായ കാഴ്ചകൾ നമുക്ക് ഈ മേഖലകളിലെല്ലാം തന്നെ കാണാം. രക്ഷപ്പെടാനായി ഈ അതിർത്തി മേഖലയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വിദൂര പ്രദേശങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ വാഹനങ്ങൾക്ക് എതിരെ പോലും ആക്രമണം ഉണ്ടാകുന്നു. ആളൊഴിഞ്ഞു പോയ വീടുകൾ അതുപോലും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ആക്രമിക്കുന്നു. അതും ഒരേ ഇടങ്ങൾ തന്നെ, അത് ജനവാസ മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ആക്രമണമാണ്. ഇതിനെ പൊലിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പാക് മാധ്യമങ്ങൾ നൽകുന്നു. ഇന്ത്യയിൽ വലിയ ആൾനാശം ഉണ്ടായി എന്ന തരത്തിൽ അതിർത്തികളിൽ ഉണ്ടായ ആൾനാശം ഉൾപ്പെടെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ ഉദ്ദേശ്യം വ്യക്തമാണ്. സൈന്യത്തെയല്ല, അവർ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ, നിരായുധരായ ജനങ്ങളെ അവരെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുക, അവരെ കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവരുടെ ലക്ഷ്യം ബോധ്യമാകുന്നത് ജനവാസ മേഖലകളിലേക്ക് ഡ്രോണുകൾ അയക്കുന്നു എന്നുള്ളതാണ്. ഈ അവന്തിപ്പോരയിലും ഒപ്പം തന്നെ പുൽവാമയിലും മറ്റും ഇന്നലെ രാത്രി ഡ്രോണുകൾ എത്തി. ഈ ഡ്രോണുകൾ ബാരാമുള്ളയിലും എത്തിയിട്ടുണ്ട്. ബാരാമുള്ളയിൽ പലതവണയാണ് ആകാശത്ത് ഡ്രോണുകൾ എത്തിയത്. അത് അതിർത്തിയോട് ചേർന്ന പ്രദേശത്തല്ല ഇതൊന്നും തന്നെ ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ മേഖലകൾ ജനങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് എത്തിയത്. ഇതെല്ലാം തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ ആശങ്കയുയർത്തുന്നുണ്ട് ഇത്. എങ്കിലും അത് ഈ പ്രതിരോധ സംവിധാനത്തിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. ഭയ്യ ജോ സുബഹ ബ്ലാസ്റ്റ് സൗണ്ട് ഹുआ है 3 बार, क्या लग रहा है? लग रहा डर ही लग रहा है तो और क्या है। तो श्रीनगर में भी हुआ है पिछले, क्या पता, अभी तो पता नहीं कहाँ पर हुआ, लेकिन आवाज तो सुनी है, आवाज तो सुना हमने। बिजली भी गया उसके, बिजली भी गया, उसी टाइप का। कल रात को भी पहले गया तो बॉर्डर में अभी भी शेलिंग चल रहे हैं. वो हमको पता नहीं कहाँ पर क्या आ रहा है, हम तो इधर है. ആശങ്കയുണ്ട് ജനങ്ങൾക്ക് ക്രിസ്റ്റീന. അത് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്.